ലഹരിക്കേസിൽ പിടിയിലായ യുവതിയോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്ന് പരാതി. അറസ്റ്റിലായത് മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും എറണാകുളം സ്വദേശിനിയായ പെൺകുട്ടി നേരിടുന്നത് കടുത്ത മാനസിക പീഡനമെന്നും പരാതി. തൃക്കാക്കര പോലീസും യോദ്ധാവ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഉൾപ്പെടെ 7 പേരെ ലഹരിക്കേസിൽ പിടികൂടിയത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു പരാതിക്കാരിയായ പെൺകുട്ടി. തുടർ പഠനത്തിന് ആവശ്യമായ പണച്ചിലവുകൾ പാർട്ട് ടൈം ജോലി ചെയ്തും മറ്റുമാണ് കണ്ടെത്തിയിരുന്നത്. ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ പ്രയാസം നേരിട്ടപ്പോഴാണ് സുഹൃത്തായ അനസിന്റെ ഫ്ളാറ്റിലേക്ക് പെൺകുട്ടി താമസം മാറിയത്. ഈ ഫ്ളാറ്റിലാണ് കഴിഞ്ഞ മാസം 10-ന് തൃക്കാക്കര പോലീസും യോദ്ധാവ് സ്ക്വാഡും ചേർന്ന് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് 7-അംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിശോധന സമയത്ത് വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്നുമാണ് പരാതി. പരിശോധന ചിത്രീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. അവരത് ചെയ്യേണ്ടിരുന്ന സമയം 4:30, അതായത് 3:30, അഡ്മിറൽ ഫ്ലാറ്റിലെ 3:30 മുതൽ അവരെടുക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് CCTV ക്യാമറ ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ ഫൂട്ടേജ് കാലാവധി 14 ദിവസമുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഈ 3:30 മുതൽ എടുത്താൽ മാത്രമാണ് അവിടെ ഉള്ളിൽ നടന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവരാ കൃത്യമായിട്ടുള്ള ഈ ഫൂട്ടേജുകൾ അതിനകത്തില്ല. അതിനകത്തുണ്ടെങ്കിൽ പല കാര്യങ്ങളും വെളിച്ചത്ത് വരും. അതുണ്ടെങ്കിൽ പോലീസ് തന്നെ അത് പുറത്തോട്ട് വിടണം. സിറ്റി പോലീസ് കമ്മീഷണർക്ക് പെൺകുട്ടിയുടെ അച്ഛൻ നൽകിയ പരാതി പ്രകാരം കസ്റ്റഡിയിലെടുത്ത ശേഷവും ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിച്ചില്ലെന്നാണ് ആരോപണം. 11-ാം തീയതി കളമശ്ശേരി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ രഹസ്യമായി 10 മിനിറ്റ് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതും അനുവദിച്ചില്ല. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്താണ് ഈ പെൺകുട്ടി എന്തോ ഒരു കാര്യം എനിക്കൊരു 10 മിനിറ്റ് തരുമെന്ന് മജിസ്ട്രേറ്റ് മാമിനോട് ചോദിക്കുന്നുണ്ട്. ഓണറബിൾ മജിസ്ട്രേറ്റ് എന്തുകൊണ്ട് എനിക്കറിയില്ല, അന്നെന്ത് സംഭവിച്ചു എനിക്കറിയില്ല. അന്ന് അനുവദിച്ചിരുന്നില്ല. ഒരു പക്ഷെ അന്ന് അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ കാര്യം വ്യക്തമായിട്ട് പുറത്ത് വന്നേനെ. ജയിലിൽ എത്തിച്ച ശേഷവും പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ നൽകിയ പരാതിയിലുള്ളത്. ആർത്തവ സമയത്ത് അണുബാധയുണ്ടായപ്പോൾ പോലും മാനുഷിക പരിഗണന കാണിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയില്ലെന്നും യുവതി ആരോപിക്കുന്നു. വ്യക്തമായ ഒരു അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പം അന്വേഷണം പോകുന്നത് ഈ തെറ്റുകാരെ സംരക്ഷിക്കുക എന്ന രീതിയിലാണ് ഇപ്പം അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തെറ്റുകാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള അന്വേഷണത്തിൽ ഒരിക്കലും ഇവർക്ക് നീതി കിട്ടില്ല. ഇപ്പോൾ ആരെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റിയ ഒരു വകുപ്പായി മാറിയിരിക്കുന്നു NDPS. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തോ അയച്ചു കൊടുക്കാം, അത് കിട്ടുന്ന ആളുടെ കാര്യം തീരുമാനമാവും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനിടയായ ലഹരി കേസ് തന്നെ വ്യാജമാണെന്നും കുടുംബം ആക്ഷേപിക്കുന്നുണ്ട്. അടുത്ത മാസം 8-ന് കേസ് കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് മലയാളം, കൊച്ചി.